കുട്ടികളായിട്ട് നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ കൂടെ പുറപ്പെടുവിക്കുന്നത്. ഇതിന് പിന്നീട് ഇങ്ങോട്ട് അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തെക്കൻ ജില്ലകളിലാണ് സ്വീകരിക്കപ്പെട്ടത്. അതിൻ്റെ വളർച്ച വളരെ വ്യാപകമായിട്ട് തെക്കൻ ജില്ലകളിലെ എല്ലാ കോളനികളിലും DHRM പ്രവർത്തനം ധാരാളമായിട്ട് നടന്നു. അപ്പോൾ അവിടെ കൂടുതൽ പ്രോഗ്രാംസുകളും നമ്മൾ ധാരാളമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഈ പ്രോഗ്രാംസുകളൊക്കെ തന്നെ വിജയിച്ച് മുന്നോട്ട് വരുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വളരെ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടില്ല. ഒരു രാഷ്ട്രീയം തകർക്കണമെന്നോ ഒരു പാർട്ടിയെ തകർക്കണമെന്നോ അത്തരത്തിലൊന്നും തന്നെ ഇല്ല. ഒരു സംഘടനയെ തകർക്കുന്നോ ഒന്നും തന്നെ ഇല്ല. ഇവർ ബോധവാന്മാരായി എണീറ്റ് വരുന്നു എന്ന് കണ്ടപ്പോൾ നമുക്ക് സന്തോഷമാണ് തോന്നുന്നത് മനസ്സിൽ. നമ്മളതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സമയം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഉയർച്ചയിൽ നമ്മൾ എന്ത് ചെയ്തു, അവരുടെ മാനസികോത്സവത്തിന് വേണ്ടിയിട്ട് കുടുംബ കൂട്ടായ്മകൾ വെക്കാറുണ്ട്. അവിടെ നമ്മൾ തന്നെ കൊട്ടുംപാട്ട് ഉത്സവമൊക്കെ തന്നെ നടത്താറുണ്ട്. അവരുടെ മാനസിക സന്തോഷമാണ്. പിന്നെ അവിടുത്തെ പ്രാദേശിക പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ കംപ്ലൈൻറ്റുകളായിട്ട് ചെന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ ഓരോ പഞ്ചായത്തിലും കുടുംബ കൂട്ടായ്മ നടത്താറുണ്ട്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ജനസമൂഹം കഠിനാധ്വാനികളാണ്, ധാരാളം പണിയെടുക്കും. പാറമണയിൽ ജോലി എടുക്കുന്ന ജനവിഭാഗം എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് തന്നെ പട്ടികവർഗമാണ്. അവരത്തരത്തിലുള്ള കഠിനാധ്വാനം പണികളൊക്കെ തന്നെ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് നേരെ ഷാപ്പിലൊക്കെ തന്നെ പോയി കയറി കുടിച്ച് വീട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങളൊന്നും തന്നെ അന്വേഷിക്കാത്തൊരു ജീവിതമുണ്ട്. എല്ലാ കുടുംബത്തിലുള്ള അമ്മമാർ പെങ്ങന്മാർ പറയുന്നതാണ്, മക്കൾ പറയുന്നതാണ്, എൻ്റെ അച്ഛൻ കുടിയനാണ്, വീട്ടിൽ തല്ലാണ്, ബഹളമാണ്. അപ്പോൾ ഞായറാഴ്ചകളിൽ ഇവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭൂരിഭാഗം മദ്യപാനത്തിന്, ലഹരി ഉപയോഗിക്കുന്നതിനൊക്കെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ആ ദിവസം നമ്മൾ ഒരു കുടുംബ കൂട്ടായ്മ സംഘടിപ്പിച്ചാൽ ഇവർ അതിൽ വന്ന് വളരെ മാനസികമായിട്ട് എൻജോയ് ചെയ്ത് ആ ദിവസമെങ്കിലും എന്ത് ചെയ്യപ്പെടും, ഒരു മദ്യത്തിൽ മയക്കുമരുന്നിട്ട് വേറിട്ട് പോകും. നമുക്കറിയാം, ഒരു സയൻസ് പ്രകാരമായിട്ട് ഒരു മദ്യപാനിയാണെങ്കിലും മയക്കുമരുന്നിന് അഡിക്ഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പെട്ടെന്നൊരു ദിവസം ഒരു വിജ്ഞാനം കിട്ടിയെന്ന് വിചാരിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇവരെ അതിൽ നിന്നും മോചിപ്പിക്കുക, ഇതായിരുന്നു അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. പക്ഷെ അതും ഒരു വരുത്തി തീർത്തതെന്ന് പറയുന്നത് പ്രാദേശികയിൽ ജനങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല, അസഹ്യമായിട്ടുള്ള ശബ്ദമാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ പല രീതിയിലും അതിനെയും ചിത്രീകരിക്കുകയുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും തന്നെ കാര്യമാക്കിയെടുത്തില്ല. കാരണം ഒരു ജനവിഭാഗം ഒരു മുഖ്യധാര ജീവിതത്തിലോട്ട് ഉയർന്നു വരുന്നതിൻ്റെ മാനസിക സന്തോഷത്തിലായിരുന്നു നമ്മൾ. അപ്പോൾ തന്നെ അവിടെ ആക്രമണം അഴിച്ചുവിടുന്ന തരത്തിലോട്ട് ഇവർ പെരുമാറാൻ സാധ്യതയുണ്ട്, മറ്റേ ആയുധ പരിശീലനം നടത്തുന്നുണ്ട്, ഇത്തരം രീതിയിലൊക്കെ തന്നെ ആ സമയത്തൊക്കെ തന്നെ പരസ്യപ്പെടുത്തുമായിരുന്നു. മറ്റുള്ളവരെന്ന് പറയുന്നത് രാഷ്ട്രീയം ആണ് അവിടെ ഒരു ബേസ് ചെയ്ത് നിന്നിരുന്നത്. പക്ഷെ നമ്മളുടെ അടുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്, നിങ്ങൾ ഈ